യെസ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിലെ റോധം ജ്വല്ലറിയിൽ നിന്നാണ് പോറ്റി വിറ്റ സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. ഗോവർദ്ധന് നൽകിയ സ്വർണ്ണക്കട്ടിയാണ് കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും പരിശോധന തുടരുകയാണ്. വിവരങ്ങൾ പ്രജിത് മോഹനാണ് നൽകുന്നത്. പ്രജിത്ത്, ഇപ്പോൾ വളരെ വലിയ വഴിത്തിരിവിലേക്ക് ഈ കേസിന്റെ അന്വേഷണം പോകുകയാണ്. ഇപ്പോൾ ഗോവർദ്ധന് പോറ്റി കടത്തി നൽകിയ ആ സ്വർണ്ണക്കട്ടി കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ മുരാരി ബാബുവിനെ പോലെയുള്ള ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട അറസ്റ്റിന് ശേഷം ഇപ്പോൾ സ്വർണം കൂടി കണ്ടെത്തുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ വഴിത്തിരിവാണ് ഈ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇത് തന്നെയാണ്. കാരണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് SIT ഈ സ്വർണം കണ്ടെടുത്തതിലൂടെ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ തൊണ്ടി മുതൽ അത് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര ഗ്രാം ഇതിൽ പിടിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമല്ല. കാരണം 476 ഗ്രാമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റതായി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നേരത്തെ പുറത്തു വന്നത്. ആ സ്വർണ്ണക്കട്ടിയുടെ അളവ്, ആ സ്വർണ്ണക്കട്ടി തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയത്, അത് ശബരിമലയിലെ യഥാർത്ഥ പാളികളാണോ എന്നടക്കമുള്ളതിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം വേർതിരിച്ച സ്വർണ്ണമാണ്. ആ വേർതിരിച്ച സ്വർണം പണ്ട് ശബരിമലയിൽ ഉപയോഗിച്ചിരുന്ന പഴയ സ്വർണം തന്നെയാണ് എന്നുള്ള അടക്കമുള്ളത് മനസ്സിലാക്കാൻ ശാസ്ത്രീയമായ പരിശോധനകളടക്കം ആവശ്യമാണ്. എങ്കിലും നിലവിൽ അന്വേഷണ സംഘത്തിനൊരു വിജയം ഉണ്ടായിരിക്കുന്നു. ഈ കവർച്ചയിലെ ഏറ്റവും പ്രധാന വസ്തുവായിട്ടുള്ള തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം അത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കവർച്ചയുടെ ആ തൊണ്ടി മുതൽ കണ്ടെത്തിയുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. പക്ഷേ അപ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത് ഇത് ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്നുള്ള, അല്ലെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിന്റെ ബാക്കി വന്നതാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിന് ഇനിയും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ അടക്കം വേണ്ടിവരും. പക്ഷേ അപ്പോഴും ഇത് കണ്ടെത്തി എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണ്ണക്കട്ടികൾ അതിപ്പോൾ ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഗോവർദ്ധന് വിറ്റ സ്വർണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും അറസ്റ്റിന് ശേഷം ഈ സ്വർണ്ണ കൂടി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ വഴിത്തിരിവുകൾ ഇനിയും ഈ അന്വേഷണത്തിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.